ശരിയായ കണക്ഷൻസ് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ ത്വരിതഗതിയിലാക്കും. നമ്മൾ എത്തിച്ചേരേണ്ട ഡെസ്റ്റിനി ഏതാണ്, ലക്ഷ്യം എന്താണ്, ഏത് പോയിന്റിലാണ് എത്തേണ്ടത്, അവിടേക്ക് വേഗത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നത് റൈറ്റ് കണക്ഷൻസ് ആണ്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബൈബിളിലൊരു വചനമാണ്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നുള്ളത്. ഇന്ന് ജീവനോടെ നാം ആയിരിക്കുന്നെങ്കിൽ നാം അവനെ സ്തുതിക്കുവാൻ വേണ്ടി കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്തരമായ ദൈവീകമായ വിഷയങ്ങളിൽ നമ്മൾ സമ്പന്നരായി തീർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കിട്ടിയ ഒരവസരം പോലും കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് നിങ്ങൾ ഒഴിവാക്കരുത്. ഓരോ നിമിഷവും കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവീകമായ വഴികളിലും വാതിലുകളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ബഹ്റിനിൽ നിന്ന് ഷിനു മോളാണ്. താങ്ക് യു സിസ്റ്റർ ഷീനു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏപ്രിൽ 27 മകൻ ആധവിൻ്റെ ജന്മദിനമാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് വീട് പണി തുടങ്ങിയെങ്കിൽ പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിനുള്ള സാമ്പത്തിക വഴികൾ തുറന്നു വരുവാൻ, തൻ്റെ ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുവാൻ, അതുപോലെ മകൻ്റെ പഠനവും ഭാവിയും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇത്രയും കാലം നടത്തിയതിനും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. ഇന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ 2ാമത്തെ ദിവസമാണ്. എന്നാൽ നാളെ നമ്മുടെ UAE അൽനാദയിൽ വെച്ച്, ദുബായ് അൽനാദയിൽ വെച്ച് നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ഡീറ്റെയിൽസ് കാണാം. പാസ്റ്റർ ഡാമിയൻ ആൻ്റണി അവിടെ കടന്നു വന്ന് ശുശ്രൂഷിക്കുകയാണ്. ദയവായി കടന്നു ചെല്ലുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ശനിയാഴ്ച നമ്മുടെ അതിശക്തമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ തന്നെ, അനുഗ്രഹത്തിൻ്റെ ഒരു ഉത്സവം നമ്മുടെ കോഴിക്കോട് വെച്ച് നടക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ 3 പേരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നൊക്കെ ഒത്തിരി ആളുകളും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളെയൊക്കെ അവിടെ കാണാനായിട്ട് ഞങ്ങൾ താല്പര്യത്തോടു കൂടി ആയിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന മീറ്റിംഗ് ചിന്താവളപ്പിലുള്ള ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ദയവായി കടന്നു വരിക. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവിക ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും നമുക്ക് കിടക്കാം. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിലനിൽക്കും സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. ഓ യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി, യേശുവൻ്റെ കൂടെ മതി. ഓ അന്ത്യം വരെ ആ ചൂടുമതി, ഓ യേശുവൻ്റെ
വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 16 വ്യാഴാഴ്ച ഡിവോഷണൽ ഡയറി എടുക്കുക. അതിലെ ആ പേജിൽ ഒന്ന് നോക്കിയാൽ ഇന്നത്തെ ഫോക്കസ് വേർഡ് കാണാം, ഡിവൈൻ കണക്ഷൻസ്, ദൈവിക ബന്ധങ്ങൾ. എല്ലാവരും ഒന്ന് പറഞ്ഞ് ദൈവിക ബന്ധങ്ങൾ. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ദൈവിക ബന്ധങ്ങൾ. ഇംഗ്ലീഷിലോ മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്തിടുക. ഫോക്കസ് വേർഡ്സ് നോക്കാം. എ മാൻസ് ഗിഫ്റ്റ് മേക്സ് റൂം ഫോർ ഹിം ആൻഡ് ബ്രിങ്സ് ഹിം ബിഫോർ ഗ്രേറ്റ് മെൻ. ഒരു മനുഷ്യൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ ആ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള വരങ്ങൾ, അല്ലെങ്കിൽ ആ മനുഷ്യൻ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം, വലിയ മഹത് വ്യക്തികളുടെ മുമ്പിൽ അയാളെ കൊണ്ടുപോയി എത്തിക്കുന്നു. എൻ്റെ ശരിയായ പരിഭാഷ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. ഡെക്ലറേഷൻ നോക്കുക. ഗോഡ് കണക്ട്സ് മീ ടു പീപ്പിൾ ഓഫ് പർപ്പസ് ടുഡേ. മൈ ഗിഫ്റ്റ് ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കിങ്ഡം ഇമ്പാക്റ്റ്. അതിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ്: ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുള്ള വ്യക്തികളുമായി ദൈവം എന്നെ ബന്ധപ്പെടുത്തുന്നു. മൈ ഗിഫ്റ്റ് ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കിങ്ഡം ഇമ്പാക്റ്റ്. അതുപോലെ എനിക്കുള്ള ദൈവം തന്നിട്ടുള്ള ദാനങ്ങൾ, വരങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള സ്വാധീനമുണ്ടാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, എന്നാൽ ഫോക്കസ് വേഴ്സിൽ നമ്മൾ കണ്ടത് ഈ ഡെക്ലറേഷനും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. ബൈബിൾ റീഡിംഗ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്, വായിക്കുക, ടിക്ക് ചെയ്യുക. ഈ ഭാഗത്ത് നിന്ന് 4 കാര്യങ്ങൾ അഥവാ സദൃശവാക്യങ്ങൾ 18-16 അടിസ്ഥാനമാക്കി ഡിവൈൻ കണക്ഷൻസിനെ കുറിച്ച് 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവാം. നമ്പർ 1 കുറിക്കുക. ഡിവൈൻ കണക്ഷൻസ് ആർ ഓർക്കസ്ട്രേറ്റഡ് ബൈ ഗോഡ്. ദൈവിക ബന്ധങ്ങൾ ദൈവത്താൽ തന്നെ ഉളവാക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്നതാണ്. ദൈവമാണത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ദൈവിക ബന്ധങ്ങൾ, ദൈവമായി കൊണ്ടുവരുന്ന ബന്ധങ്ങൾ. ഇപ്പം ഡിവൈൻ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ അല്ലാത്ത കണക്ഷൻസ് ഉണ്ടെന്ന് ഓർക്കണം. ഈവിൾ കണക്ഷൻസ്, മാനുഷികമായതും പൈശാചികവുമായ തെറ്റായ ബന്ധങ്ങളും നമ്മുടെ ലൈഫിൽ വരാം. സോ ഗോഡ് കണക്ട്സ് പീപ്പിൾ ഫോർ പർപ്പസ്. ദൈവം ചില വ്യക്തികളുമായി നമ്മെ ബന്ധപ്പെടുത്തുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഭയങ്കരമായ ചില ഉദ്ദേശ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, 1 Samuel chapter 18 and verse number 1. Jonathan's heart was knit with David. ഇതൊരു ഭയങ്കരമായി പഠിക്കേണ്ട ഒരു പാഠമാണ്. ജോനാഥൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയവുമായി പറ്റിച്ചേർന്നു. ശരിക്കും എൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ നിറ്റ് ടുഗെദർ എന്നാണ്. നിറ്റ് വിത്ത് ഡേവിഡ് എന്ന് വെച്ചാൽ യോനാഥൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയവും രണ്ടും തമ്മിൽ തുന്നിച്ചേർത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം ചില ഹൃദയങ്ങളെ അടുപ്പിക്കും. ഇവിടെ ജോനത്തൻ ആരാണ്? ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നുള്ള ആദ്യത്തെ രാജാവായ കിങ് ശൗൽ രാജാവിൻ്റെ മകനാണ് ജോനാഥൻ. ഡേവിഡ് ആരാണ്? ഇശായുടെ മകൻ. ജോനാഥൻ്റെ ഫാദറാണ് ആദ്യം ഇസ്രായേൽ രാജാവായി, 1ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. എന്നാൽ ദാവീദാണെങ്കിൽ ഒരു ചെറിയ ബാലനായിരിക്കുമ്പോൾ അതേ പ്രവാചകൻ എന്ന് വെച്ചാൽ കിങ് സോളിനെ വാഴിച്ച, തൈലാഭിഷേകം ചെയ്ത അതേ പ്രവാചകനാണ് ദാവീദിനെയും ചെന്ന് തൈലാഭിഷേകം ചെയ്ത് അഭിഷേകം ചെയ്യുന്നത്. എന്നാൽ ഈ കിങ് സോളിൻ്റെ മകൻ ജോനാഥാനും ദാവീദും തമ്മിൽ ഭയങ്കരമായ ഭയങ്കര ഒരു അടുപ്പമുണ്ടായി. അത് ദൈവത്താലുള്ളൊരു ബന്ധമായിരുന്നു. ഇതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനത്തിൽ വേറൊരു ബന്ധം നമുക്ക് കാണാം. ബാർണബാസ് കണക്റ്റഡ് സോൾ ടു ദി അപ്പോസ്റ്റൽസ്. ബർണബാസ് ശൗലിനെ, ഇത് പുതിയ നിയമത്തിലെ ശൗലാണ്, പൗലോസായി തീർന്ന അദ്ദേഹത്തെ മറ്റുള്ള അപ്പസ്തോലന്മാരുമായി കണക്ട് ചെയ്തു. അപ്പോൾ ജോനാഥൻ്റെ ഹൃദയവും ദാവീദിൻ്റെ ഹൃദയവും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ രാജാവിൻ്റെ പുത്രൻ, ഒരു തരത്തിൽ പറഞ്ഞ രാജകുമാരനാണ്, രാജകുമാരനും ഇദ്ദേഹവുമായുള്ള കണക്ഷൻ, ആ ബന്ധം അനേക വർഷങ്ങൾ തുടർന്നു കാണും. അതിലൂടെ റോയൽ ഫാമിലിയുമായുള്ള വലിയൊരു കണക്ഷൻ ഉണ്ടായി.
മാത്രമല്ല ജോനാഥൻ്റെ ഒരു തരത്തിൽ പറഞ്ഞ ജോനാഥൻ്റെ സിസ്റ്റർ മീഖളിനെയാണ് ദാവീദ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രദറിലോ ആയിട്ടൂടെ വരും. ഏതായാലും അവർ തമ്മിൽ ഹൃദയം കൊണ്ടടുത്തു. ഒത്തിരി കാര്യങ്ങളിൽ ഒരു ആശ്വാസത്തിന് ഒരു ഉടമ്പടി ബന്ധം പോലെയാണ്. ചില സ്ഥലത്തിന് പറഞ്ഞിരിക്കുന്ന കളത്ര പ്രേമത്തെക്കാൾ വലുതല്ലോ നിൻ്റെ പ്രേമം അല്ലെങ്കിൽ നിൻ്റെ സ്നേഹം എന്ന് വെച്ചാൽ ഒരു ഭാര്യയോടുള്ള സ്നേഹത്തെക്കാൾ, ഒരു ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള സ്നേഹത്തെക്കാൾ വലിയൊരു സ്നേഹമായിരുന്നു ജോനാഥനും ഡേവിഡും തമ്മിലുള്ളൊരു കവനൻ്റൽ ലവ്. അവർ തമ്മിലൊരു കവനൻ്റ് ഉണ്ടായിരുന്നു. അതൊരു ഡിവൈൻ കണക്ഷനായിരുന്നു. അതിലൂടെ ദാവീദിന് ഒത്തിരി പ്രയോജനം അതുകൊണ്ടുണ്ടായി, രാജ്യത്തിന് പ്രയോജനമുണ്ടായി. അതൊരു നല്ല ബന്ധമായിരുന്നു. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ശൗലിൻ്റെ കാര്യം വന്നപ്പോൾ, അഥവാ പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യത്തിൽ, ശൗൽ പരീശനായിരുന്നു. ഇദ്ദേഹം ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനായിരുന്നു. ഇതിലുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എന്നാൽ ആ മനുഷ്യൻ ഒത്തിരി ക്രൈസ്തവ സഭകളെ പീഡിപ്പിക്കുകയും സ്ത്രീകളെയും കുട്ടികളെല്ലാം ക്കെതിരെ നിൽക്കുകയും പലരെയും കൊല്ലുകയും സ്തെഫാനോസിനെ കൊല്ലുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ്. ഒരു ടെററിസ്റ്റായിരുന്നു. ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട യേശു കർത്താവുമായുള്ള എൻകൗണ്ടർ ഉണ്ടായി രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഒരാൾ പോലും ഒരു ചർച്ചിലും അദ്ദേഹത്തെ അംഗീകരിക്കില്ലായിരുന്നു. കാരണം അത്രത്തോളം സഭകളെ മുടിച്ച കുലപാതകിയും നിഷ്ഠൂരനും ആയിരുന്നു ശൗൽ. എന്നാൽ ബർണബാസ് എന്ന ഈ മനുഷ്യൻ, പ്രബോധനപുത്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപേര്, ആ മനുഷ്യൻ ശൗലിനെ ചേർത്തു. ആരും അവൻ അടുപ്പിക്കുന്നില്ല, ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ വിളിക്കില്ല, ശുശ്രൂഷിക്കാൻ വിളിക്കില്ല, സഭകളിൽ നിന്നെല്ലാം അവനെ ഒഴിച്ച് മാറ്റി നിർത്തിയിരിക്കുക. അദ്ദേഹമാണ് അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് തന്നെ കൊണ്ടുപോയി കണക്ട് ചെയ്തത്. അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ മനുഷ്യരാണ് അപ്പോസ്തലന്മാർ, ഫൗണ്ടേഷണൽ അപ്പോസ്റ്റൽസ്. അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് ബർണബാസ്. അതോടുകൂടി തൻ്റെ ലെവൽ മാറുകയാണ്. ഒത്തിരി പേരുടെ തെറ്റിദ്ധാരണകൾ മാറി, അവർ തമ്മിൽ വളരെ കണക്ഷനായി. ഇതിൻ്റെ പേരാണ് ഡിവൈൻ കണക്ഷൻസ്. റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ, റൂത്ത് ഹാപ്പൻ ടു കം ടു ബോവസ് ഫീൽഡ്. ബോവസിൻ്റെ വയലിൽ ചെന്ന് പെട്ടു, അവിടെ എത്തിച്ചേർന്നു എന്നാണ് ഒരു നറേറ്റീവ്. എങ്കിലും വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇറ്റ് വാസ് എ ഡിവൈൻ കണക്ഷൻ. ആ ഒരു ബന്ധത്തിലൂടെ റൂത്ത് കാലാപെറുക്കാൻ വേണ്ടി ആ വയലിൽ ചെന്ന് എത്തിപ്പെടുന്നു. പിന്നീട് സംഭവിക്കുന്നത് ബോവസ് ഈ അനാഥ പെൺകുട്ടിയെപ്പോലെ വിധവയായി, ഭർത്താവ് മരിച്ചു, അന്യനാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന വിദേശിയായ ഒരു ജൂയസ് അല്ല, യഹൂദ പെൺകുട്ടി പോലും അല്ലല്ലോ, മോവാബ്യ പെൺകുട്ടിയാണ്. ശാപം പേറുന്ന ഒരു ജാതിയിൽ നിന്നും വന്നൊരു പെൺകുട്ടിയാണെങ്കിൽ പോലും ഒരു ഡിവൈൻ കണക്ഷൻ അവിടെ ഉണ്ടായിട്ട് ബോവസ് അവളെ വിവാഹം കഴിക്കുകയും അതിൽ നിന്നും ഉള്ള തലമുറയിൽ നിന്നാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇശായി, പിന്നെ ദാവീദ്, ആ തലമുറയിൽ നിന്ന് യേശു ജനിക്കുവാനിടയായി. ഇതെല്ലാം ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മെഷീൻ നമ്മൾ അഴിക്കുകയാണെങ്കിൽ ഒത്തിരി പാർട്ടുകൾ കാണും. ചിലതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഷീനായിരിക്കും. അതിൻ്റെ അകത്ത് ഒത്തിരി പാർട്സ് കാണും. അത് ഓരോന്ന് അഴിച്ച് വേണമെങ്കിൽ ഇടാം. എന്നാൽ അതിനെ കറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ അതൊരു എൻജിനായി, ഒരു മോട്ടോറായി, ഒരു പമ്പായി, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നൊരു മെഷീനായി, ഒരു തയ്യൽ മെഷീനായി, ഒരു പമ്പിങ് മെഷീനായി ഒക്കെ അത് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് വരുന്നത് പോലുള്ള യോജിപ്പില്ലാതെ യുണൈറ്റഡ് എഫേർട്ടോ ഇഫക്റ്റോ ഇമ്പാക്റ്റോ ഇല്ലാതായിപ്പോവും. എന്നാൽ ഡിവൈൻ കണക്ഷൻസ് വരുമ്പോഴോ അതിലൂടെ ഭയങ്കരമായൊരു പേർപ്പസ്, അതുകൊണ്ടൊരു ഭയങ്കര ഉദ്ദേശം ദൈവം ചെയ്തെടുക്കും. നമ്പർ 2 എഴുതുക. യുവർ ഗിഫ്റ്റ് ഈസ് ദ കീ ടു കണക്ഷൻ. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളിൽ ദൈവം ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ കൃപാവരം, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ദാനം, ഗിഫ്റ്റ് മേക്സ് റൂം ഫോർ ഹിം എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് മഹത് വ്യക്തികളുടെ മുമ്പിൽ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത്.
ഡിവൈൻ കണക്ഷൻസ് ആർ ഓഫ്റ്റൻ അൺലോക്ക്ഡ് ത്രൂ യുവർ ഗോഡ് ഗിവൺ ഗിഫ്റ്റ്. ദൈവം എന്ത് ഗിഫ്റ്റാണോ തന്നിരിക്കുന്നത് അതിലൂടെയാണ് പലപ്പോഴും കണക്ഷൻസ്, ഡിവൈൻ കണക്ഷൻസ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് എക്സഡസ് ചാപ്റ്റർ 31 3-5, പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ. ഗോഡ് ഗേവ് സ്കിൽ ആൻഡ് എബിലിറ്റി. അവിടെ ദൈവം കഴിവും സാമർഥ്യവും ചിലർക്ക് കൊടുക്കുന്നതായിട്ട് കാണാം. മത്തായി 25 അധ്യായത്തിൽ 14-15 വായിക്കുമ്പോൾ ഈച്ച് വാസ് ഗിവൺ ടാലൻറ്റ്സ്. അവർക്ക് ഓരോരുത്തർക്കും ചിലത് കൊടുക്കുന്നതായിട്ട് കാണാം. 1 പത്രോസ് 4:10 യൂസ് യുവർ ഗിഫ്റ്റ്സ് ടു സെർവ് അതേഴ്സ്. മറ്റുള്ളവരെ സേവിക്കാനായി നിങ്ങളുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കുവിൻ. നിങ്ങൾക്ക് വരദാനമായി ലഭിച്ച എന്തെങ്കിലും കഴിവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുവിൻ. ഏതെങ്കിലും ഒരു വാതിൽ തുറക്കുമ്പോൾ നോർമലി ഒരു താക്കോലിട്ട് ചുമ്മാ തിരിച്ചാൽ മതി. അത് സാധാരണ കുട്ടികൾക്ക് പോലും തിരിക്കാം. അതല്ലാതെ ആ വാതിലിൽ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ടല്ലല്ലോ വാതിൽ തുറക്കുന്നത്. അങ്ങനെയുള്ള വാതിലുകൾ കാണും. ചിലതൊക്കെ തുറന്നാലും വിചാരിക്ക പ്രശ്നങ്ങളോ ടൈറ്റായിട്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. സാധാരണ ഒരു വാതിൽ തുറക്കുന്നത് കീടുക, ജസ്റ്റ് ടേൺ ചെയ്യുക, ദാറ്റ്സ് ഓൾ. അതൊരു എഫേർട്ട്ലെസ് ജോബാണ്. ഇതുപോലെയാണ് ദൈവം നൽകിയിട്ടുള്ള നമ്മിലുള്ള കഴിവുകൾ, നമ്മിലുള്ള താലന്തുകൾ, നമ്മിലുള്ള വരദാനങ്ങൾ. അത് ആണ് പലപ്പോഴും വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഈ കൊട്ടാര കവികളൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് രാജാവിൻ്റെ കോർട്ടിൽ തന്നെ കവികൾ കാണും. അവർക്കുള്ള ആ കഴിവ്, അവർക്കുള്ള താലന്തുകളാണ് അല്ലെങ്കിൽ സ്കിൽസാണ് അവരെ ആ കൊട്ടാരത്തിൽ അതിന് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ സ്പെഷ്യൽ സ്കിൽസ് ഉള്ള പല കുട്ടികൾ, യുവതിയുവാക്കന്മാരൊക്കെ ചിലപ്പോൾ രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയെന്നിരിക്കും. അങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ മുമ്പിൽ ഇവരെല്ലാം എത്തും. ആ ഗിഫ്റ്റാണ് കയ്യിലുള്ള, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ഗിഫ്റ്റുകളാണ് ഇങ്ങനെയുള്ള ഉന്നതമായ വഴികൾ നമുക്ക് വേണ്ടി തുറന്ന് തരുന്നത്. അതിലൂടെ ഡിവൈൻ കണക്ഷൻസ് ഉണ്ടാകുന്നതാണ് ഈ പറയുന്നത്. നമ്പർ 3, റൈറ്റ് കണക്ഷൻസ് എക്സലറേറ്റ് ഡെസ്റ്റിനി. ശരിയായ കണക്ഷൻസ് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ ത്വരിതഗതിയിലാക്കും. നമ്മൾ എത്തിച്ചേരേണ്ട ഡെസ്റ്റിനി ഏതാണോ, ലക്ഷ്യം എന്താണോ, ഏത് പോയിന്റിലാണ് എത്തേണ്ടത്, അവിടേക്ക് വേഗത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നത് റൈറ്റ് കണക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഡിവൈൻ കണക്ഷൻസ് ആണ്. അവിടെ പറയുന്നത് ബ്രിങ്സ് ഹിം ബിഫോർ ഗ്രേറ്റ് മെൻ, അല്ലേ? വലിയ ആളുകളുടെ, മഹത് വ്യക്തികളുടെ മുമ്പിൽ കൊണ്ടുപോയി എത്തിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം പലപ്പോഴും ചെയ്യുന്നത്, ഗോഡ് യൂസസ് പീപ്പിൾ ടു ഓപ്പൺ ഡോർസ്, ഗിവ് ഓപ്പർച്യൂണിറ്റീസ്, എക്സലറേറ്റ് പ്രോഗ്രസ്. പല വ്യക്തികളെയും നമ്മളുമായി ബന്ധപ്പെടുത്തിയ ശേഷം ആ ബന്ധപ്പെടുത്ത വ്യക്തികളെ ചില വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കാൻ, ചില അവസരങ്ങൾ നമുക്ക് നൽകുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിക്ക് ആക്കം കൂട്ടുവാൻ ഒക്കെ ദൈവം ഉപയോഗിച്ചെന്നിരിക്കും. അപ്പം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ഈ ഡിവൈൻ കണക്ഷൻസ്, ഇങ്ങനെ ചില വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. ഒന്ന് കുറിച്ച് വെക്കുക, ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. ഞാൻ ചില എക്സാമ്പിൾസ് പറയുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ പോവുക, കുട്ടിയെ കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പോവുക, ഭയങ്കര ക്യൂവും ഒത്തിരി ആളുകളൊക്കെ ആയിട്ടാണ്. ഇന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്നൊന്നും നിങ്ങൾക്കറിയില്ല. ആ സമയത്താണ് പെട്ടെന്ന് ഒരാൾ പരിചയപ്പെടുന്നത്. എന്ത്, അഡ്മിഷൻ വേണ്ടി വന്നതാണോ? ഓക്കെ, എന്തിനുള്ള അഡ്മിഷൻ? ഓക്കെ, ഒരു നിമിഷം. അയാൾക്ക് ചില കണക്ഷൻസ് ഉണ്ട്. അയാൾ പെട്ടെന്ന് നിന്ന് സംസാരിക്കുന്നു. അവിടെ ഇത്രയും വലിയ ക്യൂ എല്ലാം നിൽക്കുമ്പോൾ തന്നെ ഈ വ്യക്തി പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന നിമിത്തം വേഗത്തിൽ പേപ്പർ വർക്കെല്ലാം തീർന്ന് നിങ്ങൾ പോരുന്നു. ഈ കണക്ഷൻ മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ചിലരെ വേഗത്തിൽ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ദൈവമായിട്ട് കണക്ട് ചെയ്യും, ഡിവൈൻ കണക്ഷൻസ്. ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാം, ഈ മാസം, ഈ ദിവസങ്ങളിൽ ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ, ഡിവൈൻ കണക്ഷൻസിനെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുക. വിശ്വസിക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ട. ചില വചനങ്ങൾ നോക്കാം. Proverbs 13 and verse number 20, walk with the wise and become wise.
ജ്ഞാനിയോടുകൂടെ നടന്നാൽ നീയും ജ്ഞാനിയായിത്തീരും. എക്ലീസിയാസ്റ്റസ് 4:9, സഭാപ്രസംഗി 4:9, 2 are better than 1. ഒരുവനേക്കാൾ 20 നല്ലത്. ജെനസിസ് 41, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ ജോസഫ് വാസ് ബ്രോട്ട് ബിഫോർ ഫെറോ. ജോസഫിൻ്റെ ലൈഫ് എടുക്കുവാണെങ്കിൽ അവിടുത്തെ ഡിവൈൻ കണക്ഷൻസ് വരുന്നത് കണ്ടായിരുന്നു. ആദ്യം പൊട്ടക്കുഴിയിലിടുന്നു, വിൽക്കുന്നു, പിന്നെ പൊത്തിഫറിൻ്റെ വീട്ടിലെത്തുന്നു, അവിടെ നിന്ന് കാരാഗൃഹത്തിൽ പോകുമ്പോൾ അതിനകത്ത് അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹനമൊക്കെ വരുന്നു. അതിൽ രണ്ടുപേര് സ്വപ്നം കാണുന്നു. ഈ സ്വപ്നങ്ങൾക്കെല്ലാം തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അതിലൊരാളെ തട്ടിക്കളയുന്നു. പാനപാത്രവാഹകൻ തിരിച്ചു കയറുന്നു. ആദ്യം മറന്നുപോയെങ്കിലും പിന്നീട് ഒരാവശ്യം വന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ തെറ്റോർക്കുന്നു. ഒരു മനുഷ്യൻ ഞാൻ കാരാഗൃഹത്തിലായിരുന്ന സമയത്ത് എന്നോട് സ്വപ്നങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. അയാളൊരു ഒരു എബ്രായനാണ്. പുള്ളി ഒന്ന് വിളിച്ചാൽ ഈ കാര്യത്തിന് തീരുമാനം ഉണ്ടാവും. ആ ബന്ധം ജയിലിൽ ഒരുമിച്ച് കിടന്ന ബന്ധമാണ് പിന്നീട് തന്നെ ഈ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അവനിവിടുത്തെ ഒരു പ്രൈം മിനിസ്റ്ററായി തീരാൻ കാരണം. സോ ദീസ് ആർ ഡിവൈൻ കണക്ഷൻസ്. ഞാൻ നിങ്ങളെ നോക്കി വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ചില ഡിവൈൻ കണക്ഷൻസ് കർത്താവ് ദിവസം കൊണ്ടുവരും. ദൈവപ്രസാദത്തിൽ നടക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടേതായ വഴികളിൽ നടക്കാതിരിക്കുമ്പോൾ, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുമ്പോൾ, നമ്മളായി തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് ദൈവം ചില വ്യക്തികളുമായി നമ്മെ കണക്ട് ചെയ്യുന്നത്. എത്രയോ പേരുടെ സാക്ഷ്യങ്ങളാണ്. വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരാളെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ പരിചയമുള്ള ഒരാൾ ആ സമയത്ത് ആ വഴിക്ക് വരും. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇത്രേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഹലോ കോഴിക്കോട്, ബ്ലെസ്സിങ് ടുഡേ കോഴിക്കോട് വരിക. കുറച്ച് നാളായി വന്നിട്ട് ഞങ്ങൾ ടീമായി വരികയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് കോഴിക്കോട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ശിക്ഷക് സദൻ ഓഡിറ്റോറിയം, റാം മോഹൻ റോഡ്, ചിന്താവളപ്പ്, പാളയം. 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് ഈ സംഭവം. നിങ്ങൾ വരണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക, കുടുംബത്തെ കൊണ്ടുവരിക. ഇതെന്താണ് പരിപാടി എന്ന് പറയാം. ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിസ് ഈസ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ, അനുഗ്രഹത്തിൻ്റെ ഉത്സവമാണ്. എല്ലാവർക്കും വേണ്ടി വ്യക്തിപരമായി ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. ആരാധനാ ഗീതങ്ങളുണ്ടായിരിക്കും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവാണ് സൗഖ്യമാക്കുന്നത്. അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. സാമ്പത്തികമായ വലിയ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്കവിടെ കേൾക്കാൻ കഴിയും. ഇതിന് സാക്ഷിയാകാനും, വെറും സാക്ഷിയാകാൻ മാത്രമല്ല, ഇത് അനുഭവിക്കുവാനും ദയവായി നിങ്ങൾ വരണം. അന്നത്തെ ദിവസം ബഹിരാകാശത്തിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, വരാതിരിക്കരുത്. വരണം. ടീമായിട്ടാണ് വരുന്നത്. യു ആർ വെൽക്കം. അവിടെ വെച്ച് കാണാം. ഒരു പക്ഷേ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പതുക്കെ ഇങ്ങനെ നടക്കുമ്പോഴായിരിക്കും ഒരാൾ കാറ് കൊണ്ടുവന്ന് നിർത്തുന്നു. ഇതെന്താ ഇങ്ങനെ? ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വളരെ ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. കയറ്, വണ്ടി കയറ്. പെട്ടെന്നാണ് വണ്ടി വിടുന്നു. നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളെ കൊണ്ടുപോയി എത്തിച്ചാൽ എങ്ങനെയിരിക്കും? ഇതുപോലെയാണ് ദൈവം ചില ബന്ധങ്ങളിലൂടെ നമ്മളെ പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് വേഗത്തിൽ കൊണ്ടുപോകുന്നത്. നമ്പർ 4, ഡിവൈൻ കണക്ഷൻസ് റിക്വയർ ക്യാരക്ടർ ആൻഡ് സ്റ്റുവാർഡ്ഷിപ്പ്. ദൈവിക ബന്ധങ്ങൾക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങൾ. 1, സ്വഭാവ ശ്രേഷ്ഠത. 2, റൈറ്റ് മാനേജ്മെൻറ്റ്, ശരിയായ കാര്യവിചാരകത്വം. ഇത് 2ഉം ആവശ്യമാണ്. ഈ ഡിവൈൻ കണക്ഷൻസ് ക്യാൻ ഓപ്പൺ ഡോർസ്. ദൈവിക ബന്ധങ്ങൾക്ക് വാതിലുകൾ തുറക്കാൻ കഴിയും. ബട്ട് ക്യാരക്ടർ കീപ്സ് ദം ഓപ്പൺ. എന്നാൽ സ്വഭാവ ശ്രേഷ്ഠതയാണ് അവയെ തുറന്ന് തന്നെ വയ്ക്കുന്നത്, അല്ലെങ്കിൽ അടഞ്ഞു പോകും. സദൃശവാക്യങ്ങൾ 22-29 സ്കിൽഡ് ആൻഡ് ഡിലിജൻറ്റ് സ്റ്റാൻഡ് ബിഫോർ കിങ്സ്. വളരെ കഴിവുള്ളവരും വളരെ കഠിനാധ്വാനികളുമായവർ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. അപ്പോൾ അവരെ തന്നെ ഡിസിപ്ലിൻ ചെയ്തു, വളരെ സ്കില്ലുള്ളവരാണ്. ലൂക്കോസ് 16:10 അത്തിൽ 10 വിശ്വസ്തൻ, അധികത്തിലും വിചാരകൻ, അല്ലെങ്കിൽ അധികത്തിലും വിശ്വസ്തൻ. ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ, ഫെയ്ത്ത്ഫുൾ ഇൻ മച്ച്.
കൊലോസ് ലേഖനം 3:23 വർക്ക് ഹാർട്ട്ലി ആസ് ഫോർ ദ ലോർഡ്. നിങ്ങൾ കർത്താവിനെന്ന വണ്ണം പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ജോലി ചെയ്യുവാൻ. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ കർത്താവിനെന്ന വണ്ണം ചെയ്യുക. ഒരു പക്ഷേ ചില ഒരു വലിയ ഒരു മഹത് വ്യക്തികളിരിക്കുന്ന ഒരു മുറിയിലേക്ക് നിങ്ങൾക്കൊരു പ്രവേശനം കിട്ടി. വലിയ വലിയ ആളുകൾ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എത്താൻ പോലും യോഗ്യതയില്ല. പക്ഷേ ദൈവം അവിടെ എത്തിച്ചെന്നിരിക്കട്ടെ. എത്തിച്ചത് കൊള്ളാം. പക്ഷേ നിങ്ങൾ അവിടെ തുടരുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അവിടുത്തെ പെരുമാറ്റമാണ്. അവിടെ ഒരു പ്രോട്ടോക്കോൾ കാണും, പെരുമാറ്റച്ചട്ടം കാണും. അതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും അതിനകത്ത് പെരുമാറിയാൽ ഇത്രയും വലിയ ആളുകളോട് തുടർന്ന് നിങ്ങൾക്ക് ആ മുറിക്കകത്തുണ്ടാകാൻ പറ്റുമോ? അപ്പോൾ തന്നെ നിങ്ങളെ പുറത്താക്കും. സോ ഇതുപോലെ ക്യാരക്ടർ സസ്റ്റെയിൻസ് ഡിവൈൻ കണക്ഷൻസ്. ദൈവമായി കൊണ്ടുവരുന്ന ബന്ധങ്ങളെ നിലനിർത്തുന്നത് സ്വഭാവശ്രേഷ്ഠതയാണ്. ഒത്തിരി പേർക്ക് ദൈവം കണക്ഷൻസ് കൊടുക്കുമെങ്കിലും അവരതനുസരിച്ച് സ്വഭാവത്തിൽ മാറ്റം വരുത്താത്തത് കൊണ്ട് പലരും അവരെ കട്ട് ചെയ്ത് മാറ്റും. 4 കാര്യങ്ങൾ ഞാനിന്ന് ഡിവൈൻ കണക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. 1, ഡിവൈൻ കണക്ഷൻസ് ആർ ഓർക്കസ്ട്രേറ്റഡ് ബൈ ഗോഡ്. ദൈവമാണ് ഈ ബന്ധങ്ങളെ, ദൈവിക ബന്ധങ്ങളെ ഉണ്ടാക്കി തരുന്നത്. 2, യുവർ ഗിഫ്റ്റ് ഈസ് ദ കീ ടു കണക്ഷൻ. ദൈവിക ബന്ധങ്ങളിലേക്കുള്ള താക്കോൽ നിങ്ങളിലുള്ള ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള കൃപകളും വരങ്ങളുമാണ്. നമ്പർ 3, റൈറ്റ് കണക്ഷൻസ് എക്സലറേറ്റ് ഡെസ്റ്റിനി. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വേഗം കൂട്ടുന്നത് ഡിവൈൻ കണക്ഷൻസാണ്, ശരിയായ ബന്ധങ്ങളാണ്. നമ്പർ 4, ഡിവൈൻ കണക്ഷൻസ് റിക്വയർ ക്യാരക്ടർ ആൻഡ് സ്റ്റുവർഷിപ്പ്. ദൈവിക ബന്ധങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വഭാവശ്രേഷ്ഠതയും ശരിയായ കാര്യവിചാരകത്വവുമാണ്. ഈ 4 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ചത്. കർത്താവ് ഇതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നു, നിങ്ങളോട് പറയുന്നു, ദൈവമായി കൊണ്ടുവരുന്ന ചില ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ലെവൽ മാറ്റിക്കളയും. കർത്താവെ, അത് ഈ ജനങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. നല്ല ദൈവിക ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ പോവുക. ഈ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കി. നിങ്ങളുടെ കൈകൾ അവിടെ എടുത്തു വയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ. കണ്ണുകൾ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ കാതുകൾ, ചെവിയിലെ കേൾവിക്കുറവും അതുപോലെ ചെവിയിൽ നിന്ന് ഫ്ലൂയിഡ് ഒഴുകുന്നതും യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. കാലിൽ നീരുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുപോലെ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണം. എല്ലാ നിലകളിലും കർത്താവ് നീ പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. പശ്ചിമേഷ്യ യുദ്ധം മുറുകുന്നു, അയയുന്നു, അനിശ്ചിതാവസ്ഥയിലാണ്. പക്ഷേ ഈ 17-ാം തീയതി വെള്ളിയാഴ്ച, ഏപ്രിൽ 17 വെള്ളിയാഴ്ച ദുബായ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞാൻ പേഴ്സണലി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ UAE-യിൽ എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി വരിക. കുറച്ച് നാളായിട്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഈ പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടത്തിയിട്ടില്ല. പക്ഷേ വി ആർ ഗോയിങ് ടു കം ടുഗെദർ ആൻഡ് പ്രേ ഫോർ ദ മിഡിൽ ഈസ്റ്റ്. നമുക്ക് ഒരുമിച്ച് വരാം, ദൈവവചനം കേൾക്കണം, പ്രൊഫറ്റിക്കായിട്ടുള്ള പലതും അന്ന് റിലീസ് ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ ചെയ്യാൻ ദൈവം പ്രാപ്തിയുള്ളവനാണ്. സോ നമ്മളെല്ലാവരും അന്നത്തെ ദിവസം ഒരുമിച്ച് വന്ന് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പേഴ്സണൽ പ്രയറിനൊക്കെ ടൈം എടുത്ത് ഒരു അടിപൊളി ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്ത് പിരിയാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി.